ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്നൊരു സിനിമയാണ് കണ്ടത്. ഇതിൻ്റെ ടീസർ ട്രെയിലർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് വരരുത്. കാരണം ഇത് അതിനെല്ലാം പൊളിച്ചെഴുതുന്ന വേറൊരു ലെവൽ സാധനമാണ്. ഇദ്ദേഹത്തിൻ്റെ തല്ലുമാല എന്ന് പറയുന്നൊരു സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു സിനിമ മലയാളത്തിൽ എത്രത്തോളം ഒരു ഹൈപ്പ് ഉണ്ടാക്കി വെച്ചു, അത് ഇന്ത്യൻ സിനിമയിൽ എത്രത്തോളം ചർച്ച ചെയ്യിപ്പിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ആലപ്പുഴ ജിങ്കാനയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഖാലിദ് റഹ്മാൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഓൾറെഡി ഇതിൻ്റെ ഒരു പ്ലോട്ട് പറയുന്നുണ്ടായിരുന്നു. അതായത് കുറച്ച് കുട്ടികൾ ഈ പറയുന്ന പോലെ ബോക്സിങ് പഠിക്കണമെന്നും ആ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടണമെന്ന് പറയുന്ന ഒരു സാധനം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാധനത്തിലേക്കാണ് സിനിമ കൊണ്ടുവരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഈ സിനിമയുടെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ വേറൊരു രീതിക്കാണ്. ഒരു ഫൺ മോഡ് പിടിച്ച് എന്നാൽ അതിനകത്തൊരു സ്പോർട്സ് ഡ്രാമ എന്ന് പറയുന്നൊരു എലമെൻ്റ് കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഈ സിനിമ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഖാലിദിൻ്റെ റൈറ്റിങ്ങിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഗംഭീരമായിട്ടുള്ള ഒരു എഴുത്താണ് ഈ സിനിമയ്ക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രീൻ റൈറ്റിങ്ങിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സിനെ എങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യണമെന്നും ആ ബിൽഡപ്പ് ഏതൊക്കെ തരത്തിൽ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലേക്ക് കണക്ട് ചെയ്യണമെന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. ആ സാധനങ്ങളെയൊക്കെ നല്ല രീതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള റൈറ്റിംഗ്. ഇതിൻ്റെ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്, അത് ഗംഭീര സാധനമാണ്. ആ വേൾഡ് ബിൽഡിങ്ങിലോട്ട് നമ്മൾ എൻ്ററായി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മൾ ഈ ഫിലിമിലൊരു ക്യാരക്ടറാവും. എസ്പെഷ്യലി ഇതിനകത്ത് റൈറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പെർഫോമൻസുകളെ കുറിച്ച് പറയുകയാണ്. അതായത് ഇതിനകത്ത് ആക്ടേഴ്സ് എല്ലാവരും പൊളി, ഒരാൾ പോലും ഇല്ല സ്കോർ ചെയ്യാത്തത്. എല്ലാവരും അവരവരുടെ രീതിയിൽ ഗംഭീരമായിട്ട് സ്കോർ ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. എസ്പെഷ്യലി നസ്ലിൻ ഒരു രക്ഷയില്ല, ചെറുക്കൻ വേറെ രീതിക്ക് മാറിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതിനകത്ത് ട്രെയിലറിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, ട്രെയിലറൊക്കെ കണ്ടിട്ട് ഒരു എക്സ്പെക്റ്റേഷൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് കയറുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സ്പെക്റ്റേഷൻ മൊത്തം തിയേറ്ററിട്ട് പൊളിച്ചടുക്കി കളയും. അതാണ് ശരിക്കും പറഞ്ഞാൽ നെസ്ലിൻ്റെ ക്യാരക്ടർ. നമ്മൾ ഈ സിനിമയിൽ നിന്ന് ഒരു വലിയൊരു മെസ്സേജ് ആക്ച്വലി ഈ സിനിമയ്ക്ക് പറയാനുണ്ട്. ആ ഒരു മെസ്സേജാണ് ഈ സിനിമയിൽ ടോട്ടലി നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഇനി പെർഫോമൻസ് വൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നെസ്ലൻ ഒരു രക്ഷയില്ല, പോളി പെർഫോമൻസ്, ഗംഭീര പെർഫോമൻസ്. അതുപോലെ തന്നെ ലുക്മാൻ അവറാൻ, പിന്നെ ബേബിജീൻ്റെ ക്യാരക്ടറൊക്കെ പൊളിയാണ്. ചില സമയത്തടിക്കുന്ന തഗ്ഗൊക്കെ ഉണ്ടല്ലോ വേറെ ലെവലാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളീൻ്റെ ഒരു പെർഫോമൻസ് ലെവലൊക്കെ. അതുപോലെ തന്നെ ഗണപതി, സന്ദീപ്, ഫ്രാങ്കോ, സിബിൻ, ഷോൺ ജോയ്, ശിവ ഹരിഹരൻ, അനഘ മായരവി, നന്ദന, നോയില. ശരിക്കും പറഞ്ഞാൽ ഇവർ ഇത്രയും പേര് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സാണോ അതോ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ആ രീതിക്കാണ് ഇവരുടെ ക്യാരക്ടേഴ്സിനെയൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. പിന്നെ ഇതിനകത്ത് പറയാതിരിക്കാൻ പറ്റില്ല, തല്ലുമാലയിലെ പോലെ തന്നെ സിനിമാറ്റോഗ്രാഫർ ജിംഷി ഖാലിദ്, പുള്ളിക്ക് നല്ല പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ പണിയെടുത്തൊരു കക്ഷി എന്ന് പറയുന്നത് ഇതിൻ്റെ എഡിറ്ററാണ്. എഡിറ്റർ കാട്ട് ചെയ്ത് അങ്ങനെ പ്രാന്ത് വന്നിട്ടുണ്ടാവും. അമ്മാതിരി എഡിറ്റിങ്ങാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗംഭീര എഡിറ്റിങ് വർക്ക്. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എല്ലാം ഒന്നിനൊന്നിന് മെച്ചമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ സിനിമയിലെ കാര്യം. അത്രയും മനോഹരമായിട്ട് വേണമെന്ന് വെച്ചിട്ടൊരു വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് രീതിക്ക് നമ്മുടെ മുമ്പിലോട്ട് വന്ന് വീഴും എന്നുള്ളത് നമുക്കിതൊരു വീണ്ടും ഒരു എക്സാമ്പിൾ തന്നെയാണ് ഖാലിദ് റഹ്മാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. പുള്ളിയുടെ റൈറ്റിംഗ് ആണെങ്കിലും ഡിറക്ഷൻ ആണെങ്കിലും ഒക്കെ വേറൊരു ലെവലിലേക്കാണ് ഓഡിയൻസിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ത്രൂ ഔട്ട് ഒരു ഫൺ മോഡ് പിടിക്കുകയാണ് സിനിമ. അതോ അതിൻ്റെ ഇടയിൽ കൊണ്ടുവെക്കുന്ന കൗണ്ടറുകളുണ്ടല്ലോ, നല്ല കിട്ടിലൻ സ്മാർട്ട് കൗണ്ടറാണ്. ഒരു ദ്വയാർത്ഥമോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള മീനിങ്ങിലോ ഒന്നും കൊണ്ടുപോകാതെ സിമ്പിളായിട്ട് ആ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവരെ കൊണ്ട് അത് കിടിലമായിട്ട് ചെയ്യിപ്പിക്കുകയും കൂടെ ചെയ്തു വരുമ്പോഴത്തേക്കുണ്ടല്ലോ ടോട്ടലി ഓഡിയൻസ് നല്ല രീതിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഞാനിപ്പോൾ സിനിമ കാണുന്ന സമയത്ത് തന്നെ എൻ്റെ പിന്നാലെ ഇരിക്കുന്നവരും കൂടെ ഇരിക്കുന്നവരും ഒക്കെ ആ ഒരു സിനിമയുടെ മൂഡ് പിടിച്ച് ചിരിച്ച് ഏറ്റവും അവസാനം കൈയടിച്ച് ഇറങ്ങി പോകുന്നത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. എന്താ പറയുക, ഒരു ഓഡിയൻസിന് കിട്ടാവുന്ന എല്ലാ സാറ്റിസ്ഫാക്ഷനും അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത്രയും നേരം ആ സിനിമയുടെ ഒരു മൂഡ് ഏത് രീതിക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഫൈറ്റ് മാസ്റ്ററും വേറെ ലെവൽ. ഇതിനകത്ത് ബോക്സിങ്ങിന് വേണ്ടി ഇവരെടുക്കുന്ന എഫേർട്ട്, അത് അവരുടെ ബോഡി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അവർ ഈ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത്. അതൊരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും നല്ല രീതിയിലൊരു സിനിമയെ അവർ ഹാൻഡിൽ ചെയ്തു. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ അത്രയും എഫേർട്ട് എടുത്തു എന്നുള്ളത് നമുക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ ഓരോരുത്തരുടെയും മുൻ സിനിമകൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ബോഡി ലാംഗ്വേജും അതിന് ശേഷം ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ ഒരു ബോഡി നേച്ചറിൻ്റെയൊക്കെ ഒരു ചേഞ്ചസ് അത്
ഗംഭീരമാണ്. അതിനുവേണ്ടി അവരെടുത്ത എഫേർട്ട് ഒരിക്കലും നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. അത്രയും മനോഹരമായിട്ട് അവർ ആ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ലുക്മാൻ അവറാൻ്റെയൊക്കെ ബോഡി ഏത് രീതിക്കാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ നെസ്ലൻ ആണെങ്കിലും ഈ പറഞ്ഞ ഓരോ ആക്ടേഴ്സ് ആണെങ്കിലും ഇതിനകത്ത് അനഘ ആ പെൺകുട്ടി എൻ്റെ അമ്മ അടിപൊളിയാണ് കേട്ടോ. തഗ്ഗിന് തഗ്ഗായിട്ട് തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. അവരുടെ പെർഫോമൻസ് എല്ലാം പൊളിയാണ്. അങ്ങനെ ഓരോരുത്തരും ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിങ്ക് ചെയ്യുന്ന ഒരു സാധനത്തിന് അപ്പുറത്തേക്കാണ് സിനിമ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ചിലയിടങ്ങളിൽ നമ്മൾ ഹൈപ്പാവും, ചിലയിടത്തിൽ നമ്മൾ ഹൈലി പീക്കാവും, ചിലയിടങ്ങളിൽ നമ്മൾ ചിരിച്ചു പോവും. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഒരു അങ്ങോട്ട് ഗിയർ ഇട്ട് വണ്ടി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്തി നിൽക്കുന്നത് ക്ലൈമാക്സിലായിരിക്കും. ആ രീതിക്ക് നമ്മളെ ഫണ്ണടിപ്പിച്ച് എന്നാൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നാച്ചുറലായിട്ട് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. തീർച്ചയായിട്ടും ടെക്നിക്കൽ സൈഡാണെങ്കിലും പെർഫോമൻസ് സൈഡാണെങ്കിലും എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള രീതിയിൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സിനിമയാണ്. ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾ ട്രെയിലറും ടീസറും കണ്ടിട്ട് ഈ സിനിമയ്ക്ക് വന്ന് നിൽക്കണ്ട. ഇത് അവിടെ എല്ലാം നിങ്ങൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വന്നാൽ പോലും ഈ സിനിമ നിങ്ങളെ പൊളിച്ചടിക്ക് മാറ്റി വേറൊരു രീതിക്കാക്കി തരും. സോ തീർച്ചയായിട്ടും ഈ വിഷുവിന് നിങ്ങൾ കാണാൻ പറ്റിയ ഗംഭീര സിനിമകളിൽ ഒരെണ്ണം തന്നെയാണ് ആലപ്പുഴ ജിങ്കാന. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയും. കാരണം അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ കൂടുതലൊന്നും പറയുന്നില്ല, അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. ഇൻ ഷോർട്ട് മല്ലി ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4/5 ആണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തത് ഗുഡ് ബാഡ് അഗ്ലിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും